പേരെന്താ 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 നിന്റെ പേരെന്താ? എന്റെ പേര് സിംഹൻ. ബിനിഷ അവനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് അവനെ കൊന്നിട്ട് ആടി ശംഭു ഗോകുമാർ താങ്ക് യു ഫോർ 40. ബിനിഷ് ട്രീസയുടെ പോയി പഴയ ട്രീസയുടെ അതാരത്? എന്നടാ സമ്പർക്കായിരിക്കും ചിലപ്പോ 20 PLടാ സമ്പർക്കായിരിക്കും. സൗണ്ട് കുറച്ചേടല്ലോ അല്ല സൗണ്ട് കുറച്ചേടാ. ഞാൻ എന്റെ ഏറ്റവും കുറവാ ഒച്ചയോടങ്ങ് നിന്നാ മതി കേട്ടോ. നിന്റെ ആട് ശംഭു എങ്ങനെ അറിയാനാ കണ്ടിട്ട് കണ്ടാ നീക? അതെ ഹെൽമെറ്റൊക്കെ വെക്കാം വേണമെങ്കിൽ. എനിക്ക് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും 1000 പേര് എന്റെ ഫ്രണ്ടില്. നീയോടെ അടിച്ചു നീ എന്നെ അടിച്ചു ഞാൻ അവനെ അടിച്ചു നീ എന്നെ അടിച്ചേ. എടാ ഈ AK എന്ന് പറഞ്ഞാ വരുവോ? ഈ AK എന്ന് പറഞ്ഞാ വരുവോ? അടിച്ചു പോയതല്ലേ? റേഡിയോയില് പറയടാ അവനോടൊന്ന് വരാൻ പറ. അവനോട് സംസാരിക്കണം നമുക്ക്. പൊങ്ങൂല ആളെ കൊണ്ടുവന്നേന്ന് പറഞ്ഞാട്ടാ. ഒരാള് നിക്കണ ഇവിടെ ഒരാള് നിക്കണടാ ഇങ്ങോട്ട് വന്നേ. ഫോൺ ചെയ്ത അവിടെ ഇല്ല കേക്കാടാ കേക്കാടാ. ഒരു ഫുഡ് 566. വള്ളം വള്ളോ ഇച്ചിരി മറ്റേ 200 കോടി എവിടെ താഴ്ത്തി വെച്ചേക്കണേ? അത് ഭൂമിന്റെ അടിയില്. എവിടെ? എന്നാ പോയി എടുത്തിട്ടാ? 200 കോടി പറ്റിച്ചത് എന്നാ പോയി ആ ഭൂമിയുടെ അടിയിൽ 200 കോടി എടുത്തിട്ടാ? ഗ്യാങ്ങിന്റെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് നിന്റെ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു മാസം. എപ്പ ഇറക്കും? സേവേജിന്റെ ചോദിക്കേ. നിന്റെ കയ്യിലൊന്നും ഇല്ലടാ. പിച്ചായി കൊടുത്ത് സ്നൈപ്പിന് എല്ലാവർക്കും പിച്ച 10 കോടി വാങ്ങിയപ്പോ നമ്മളെ എന്തോലെ പറയാം. ചന്ദ്രന് പിച്ച കൊടുത്ത്, നീകന് പിച്ച കൊടുത്ത്. നീ ഇപ്പൊ എന്തിനാ ബൂസ്റ്റ് കൊണ്ടുപോകും? ഓരോന്നിന്റെ കാണിക്കലുണ്ട് ലൈവില്. ഡോക്കി ഗെയിമിംഗ് അണ്ണാ വെൽക്കണതല്ലേ? അണ്ണാ വെൽക്കണതല്ലേ? അണ്ണാ വെൽക്കണ്ട സിറ്റി. ഡോക്കി ഗെയിമിംഗ് മെമ്പർഷിപ്പ് അതൊക്കെ അത്രയാണ്. അണ്ണൻ ആക്കിയവരുണ്ടല്ലോ ചന്ദ്ര. എടേ ആക്കിയൊന്നും വരൂല. അവനൊന്നും വരാൻ പോലും. അവനൊക്കെ പിടുക്ക പറയും മോട്ടോർ.
ദൈവം ചോദിച്ചു അമ്മന്റെ മുണ്ടി പറഞ്ഞോണ്ടിരിക്കണായിരിക്കും അവിടെ. റേഡിയോയിൽ ചോദിക്കാൻ പറയാം. ഞാനിപ്പോ അങ്ങോട്ട് നിങ്ങളിവിടെ വരുവാണോ? എടാ ഒരു സ്ഥലത്ത് നിക്കണോ, ഒരു സ്ഥലത്ത് നിക്കണം. അല്ല അങ്ങനെയല്ല, ട്രേഡിംഗ് അല്ല, ലൈക്ക് AK കത്തി എന്തോ അങ്ങനെ പോയതാണെന്ന് തോന്നുന്നു. അല്ലല്ല അവൻ നല്ല റീസ്പോണോ എന്തോ അടിച്ചിട്ട് പോയതാണ് ഇവിടെ. സിംഹം പറ, സിംഹന്റെ അടുത്ത് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവനെങ്കിൽ പറഞ്ഞു വിടാൻ പറ. റേഡിയോയിലേ കാണുന്നില്ല ബ്രോ, അതല്ലേ കഴിവേറി അവൻ പോയി. അവൻ അവൻ ആ വാക്ക് പിടിച്ചു പോയി കേട്ടാ, അവൻ ആ വാക്ക് പിടിച്ചു പോയി. റേഡിയോയിൽ പോലും കാണാനല്ലോ, അല്ലെങ്കിൽ വലിച്ചു വീഴ്ത്തു. അവൻ മറ്റേ ഹോസ്പിറ്റലിൽ മറ്റേ അതിന്റെ അടുത്ത് വിളിച്ചിരിക്കും. വാ നമുക്ക് പോയി തപ്പിയെടുക്കാം. അല്ലെ ചന്ദ്ര, ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടില്ല. ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ വെട്ടി താടിയൊക്കെ വടിച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഗാങ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് പോയേ. ഇവിടെ എന്തോ പറയണം. ഇതെന്തൊരു ട്രാക്ടറാടാ? ചന്ദ്രൻ ഒന്ന് ഇതെന്തൊരു ട്രാക്ടറാ ഇത്? നിങ്ങളുടെ പ്ലേയേഴ്സിനോട് പറയണം ബ്രോ, നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കുന്ന രീതിയിൽ തിരിച്ച് ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആക്ഷൻ എടുക്കാൻ അറിയാം. ഞാൻ ആ പുള്ളിയോട് പറഞ്ഞത്, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാനത് ക്ലിയർ ചെയ്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഇല്ലാത്ത രീതിയിൽ ഐ തിങ്ക് മൊബിയല്ലോ പുള്ളിയുടെ പേര്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മൊബി കേട്ടല്ലേ? അങ്ങനത്തെ ബിഹേവിയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തേ കേട്ടോ. നമ്മളെ നിങ്ങളുടെ സിറ്റുവേഷൻ ആദ്യം വരുന്നതാണ്. നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആക്ഷൻ ഉണ്ട്. ഇല്ല, എനിക്കൊരു ഡൗട്ട് അടിച്ചതാ. എനിക്ക് അവൻ തനിയെ ടൈം ഔട്ട് അടിച്ച് പോയാണ്. POVയും കാണിച്ചു. അതിന്റെ തനിയെ ടൈം ഔട്ട് അടിച്ച് പോയതാണ്. ടൈം ഔട്ട് മീൻസ് നമ്മള് ഇത്ര ടൈം കഴിഞ്ഞാൽ തനിയെ വൈപ്പായി ഹോസ്പിറ്റലിലോട്ട് പോകും. ഓക്കെ, തനിയെ അങ്ങനെയാണ് പോയത്. അവർ രണ്ടുപേർ. നിങ്ങൾ AKയുടെ മാത്രം ഒരു മിനിറ്റ്, നിങ്ങൾ AK മാത്രമായിട്ടാണ് AKയുടെ മാത്രമാണ് നിങ്ങൾ ചോദിച്ചത്. ഞങ്ങൾക്ക് വേറെ ആളെ കൂടെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെ BO ചെക്ക് ചെയ്തു. അതിന്റെ രണ്ടുപേരെയും നമ്മൾ ഡെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ട്. ആ ടൈം കഴിയുമ്പോഴത്തേക്ക് ബ്ലീഡ് ഔട്ട് ടൈം ഉണ്ട്. ആ ടൈം കഴിയുമ്പോഴത്തേക്ക് തനിയെ ഹോസ്പിറ്റലിലോട്ട് റീസ്പോൺ ആവും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അതിലൊരു ഡൗട്ട് അടിച്ചു. ആ ഡൗട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പൊ വരാമെന്നാണ് ഞാൻ പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പുള്ളി അത് POV ഇല്ലാത്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വേറെ എന്തോ സംസാരിച്ചു. അങ്ങനത്തെ ബിഹേവിയർ പാടില്ല എന്നുള്ളത് പറഞ്ഞു. എടാ, പുള്ളിയുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് കുറച്ചു പേര് ഉണ്ടായിരുന്നു, ചോദിച്ചാൽ. എടാ മാഡിയാണോടാ അഡ്മിന്റെ അടുത്ത് ഇതായിട്ട് സംസാരിച്ചേ? അഡ്മിന്റെ അടുത്ത് ഇതായിട്ട് സംസാരിച്ചാരാ? മാഡിയാണോ? റോങ് ആയിട്ടൊന്നും സംസാരിച്ചായിരുന്നാ? അല്ല, എന്താ സംസാരിച്ച? നീ എന്താ സംസാരിച്ചേ? പുള്ളി വന്നിട്ട് ഇതുപോലെ ഒരു ക്ലൂ ഇട്ടിട്ട് പോയി. അതായത് ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞാണ് ചിലപ്പോ POV ഇല്ലായിരിക്കുമെന്ന്. അതിന് പുള്ളി തിരിച്ചു വന്നിട്ട് ക്ലാരിഫൈ ഒക്കെ ചെയ്തു പോയി. ഓക്കെ ശരി, ഞാൻ പറഞ്ഞ POV ആയിരിക്കും എന്ന് പറഞ്ഞു. അതിലെന്താ റോങ് ഇരിക്കുന്നത്? റോങ് എന്നല്ല അവര് പറഞ്ഞ. അവരെ കളിയാക്കുന്ന പോലത്തെ രീതിയിലുള്ള രീതിയിൽ സംസാരിക്കല് എന്നുള്ള രീതിയിലാ പറഞ്ഞത്. അത് എന്താണെന്ന് അങ്ങനത്തെ അതിപ്പം മൊത്തത്തിൽ ഞാൻ പറയാനുള്ള ലൈക്ക് അവരെ ഇതാ ചെയ്യുന്നത്. അതിപ്പോ എന്താ വാട്ടവർ എന്താ ആയിക്കോട്ടെ. അപ്പൊ അത് റെസ്പെക്ട് ചെയ്യണം സംസാരിക്കുക അവരെപ്പോഴും കേട്ടോ. അതിപ്പോ ലൈക്ക് നീ പറഞ്ഞതല്ല പറയണം. ഞാൻ നിന്റെ POV കണ്ടില്ല, നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല. പക്ഷെ ഞാൻ സ്റ്റിൽ പറയണം, എല്ലാവരുടെ അടുത്തായിട്ട് പറയണം. അഡ്മിൻസ് ഒന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് അതിനനുസരിച്ചിട്ടാണ് എടുക്കാൻ. കൺഫേം ആക്കോ, അല്ലെങ്കിൽ ഇവരെങ്കിലും കൊണ്ടുവരും. ചൂടായിട്ടൊന്നുമല്ല പറഞ്ഞ, ജസ്റ്റ് പറഞ്ഞ എല്ലായിടത്തും അറിഞ്ഞിരിക്കും. അഡ്മിൻസിന്റെ അടുത്ത് ആ ഒരു ഇതിലൂടെ സംസാരിക്കും. മനസ്സിലായില്ലേ? ആ, അതങ്ങനെ പറഞ്ഞ. അവൻ POV കാണിച്ചെന്നാ പറഞ്ഞ. നമുക്കപ്പോ സിംഹനെ ഇല്ല, അങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നു. 6 ഒക്കെ വരുമ്പോ അപ്പോഴാണ് നമ്മൾ ശരിക്കും സിറ്റി ഷിഫ്റ്റ് ആവണം അല്ലേ? ആണ്. ഇപ്പൊ ഓരോന്നൊക്കെ പറയുമെങ്കിലും അന്നേരം നമ്മള് ശരിക്കും മിസ് ചെയ്യും. ഇങ്ങനെയൊക്കെ നമുക്ക് പോവാനും സംസാരിക്കാനൊക്കെ പറ്റും. എണ്ണം പോട്ട് യാങ്സ് വരാനൊക്കെ പറ്റുമോ? കണ്ണട ചേർന്ന ബേബി ഫുഡൊക്കെ കഴിച്ചാ? ഞാനാ
അവനെ കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? സംസാരിച്ചോടാ എടാ വേറെ കാര്യങ്ങൾ സംസാരിച്ചാ സിംഹ കാര്യങ്ങൾ സംസാരിച്ചാ ഓക്കെ സംസാരിക്കണുണ്ടെങ്കിൽ അവൻ നീ നേരെ അവന്റെ അടുത്ത് കാര്യം പറയാ പറഞ്ഞിട്ട് വിടുക. ഇവൻ കൊണക്കുന്നില്ല, ഇവൻ മര്യാദയ്ക്ക് സംസാരിക്കുക. അപ്പൊ പിന്നെ അല്ലല്ല അത് കഴിഞ്ഞില്ലേ പ്രശ്നമൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല, കഴിഞ്ഞ് വിട്ടേര്. ഇവൻ പ്രശ്നമൊന്നുമില്ല. ഇത് ട്രിഗർ ആകാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ട്രിഗർ ആകാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ആർ കെനെ അവിടെ നിന്നിട്ട് വെറുതെ സെക്യൂരിറ്റി അങ്ങനെ ഇങ്ങനെ അവൻ നമ്മുടെ മെമ്പറാണ്. ഇപ്പൊ ഇവിടുത്തെ ടി വിയിലെ ഒരു മെമ്പറാണ്. അപ്പൊ അവനൊക്കെ ആയിട്ട് ആവശ്യമില്ലാണ്ട് സെക്യൂരിറ്റി അങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് പൊട്ടി സംസാരമായി അടിയായത് അവിടെ. മനസ്സിലായില്ലേ? ഞാൻ ട്രിഗർ ആയത് അത് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ലല്ലോ. ഇല്ലല്ല വേറൊന്നുമില്ല. ആ എടാ ഒരു വണ്ടി എടുത്തെടുത്തേ. നിന്നെ ആരാ വിളിച്ചത് സാർക്ക്? ആട് ശംഭു ഇട്ടേക്കാൻ പറ. അവനോട് സോറി ഇടാൻ അവനോട് സോറി ഇടാൻ പറ. അവനോട് സാർക്ക് സോറി എന്ന് പറ. നമ്മൾ ഇട്ടേക്കാൻ പറ. ഹലോ എടാ ശംഭു ഒന്ന് SRK സെക്യൂരിറ്റിന്ന് വിളിച്ചു, ഇനി സോറി ഇടാൻ പറഞ്ഞു. എടാ അത് പറയണ്ട നീ. SRK സെക്യൂരിറ്റിന്ന് വിളിച്ചില്ലേ? ശംഭു സെക്യൂരിറ്റി വിളിച്ചായിരുന്നു. സോറി SRK എന്ന് വാട്സാപ്പിൽ ഇട്ടാ മതി. കേട്ടോ? TV SRK ആ അതെ, സോറി ഇട്ട് കഴിഞ്ഞാൽ ഓക്സിജനെ കൊടുത്തുവിടാൻ നോക്കും. എടാ സോറി TV SRK എന്ന് മാത്രം ഇട്ടാ മതി എന്ന് പറഞ്ഞു. ആ സോറി TV SRK എന്ന് മാത്രം ഇട്ടാ മതി, വേറെ ഒന്നും ഇടല്ലെന്ന് പറഞ്ഞു. ഇല്ല പറയുന്നില്ലേ? അത് വേറെ എന്തെങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നെ തീർത്ത് കളയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? വണ്ടി എടുത്ത് കൊടുത്തോടാ. ഒരു വണ്ടി എടുത്ത് കൊടുത്താ എടാ ബ്രോ ആ വണ്ടി എടുത്തോ. ഈ വണ്ടി എടുത്തോട്ടെ. ഈ വണ്ടി ഓപ്പൺ ബ്രോ. ഈ വണ്ടി എടുത്തോ. അല്ല ഈ ഗ്യാങ് വണ്ടി എടുത്തോട്ടെ. ആരത് അവന്റെ അടിയിലേത്? ഉമ്മയൊക്കെ കൊടുത്താ വിടണേ. എടാ പോയി ഹെൽമെറ്റ് വെക്കടാ നിന്റെ പൊന്നു നീക. അല്ലെങ്കിൽ വേണ്ട സാർക്ക് ഒന്നും നമ്മ ഹോസ്റ്റേജ് പോയി ഇനി ഡയലോഗ് അടിക്കാൻ വേണമെങ്കിൽ സാർക്കേ. എനിക്ക് ഡ്രസ് ഒന്നും വേണ്ട, ഞാൻ കളർ ഡ്രസ്സിലേ കളിക്കാറുള്ളൂ. അതാര് പറഞ്ഞത്? മൈൽസ് മൊറാൾസ് ആണോ കുമ്മേ?